ഇറാന്റെ ഭീഷണി വിലപ്പോവില്ല. ഹോർമൂസിന് ബദൽ സജ്ജമെന്ന UAEയുടെ പ്രഖ്യാപനം. ബഹ്റൈൻ തുറമുഖത്ത് US യുദ്ധക്കപ്പലുകൾ എന്തിനും സർവ്വസന്നാഹത്തോടെ സജ്ജമായിരിക്കുകയാണ്. 40,000 സൈനികരും രംഗത്ത്. അമേരിക്ക നേരിട്ട് ഇടപെട്ടതിനാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. 360 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ അഥവാ 14 കിലോമീറ്റർ ഓഫ്ഷോർ സൗകര്യങ്ങൾ ഉൾപ്പെടെ അബുദാബിയിലെ ഹബ്ഷാനിൽ നിന്ന് ആരംഭിച്ച് സ്വൈഹാൻ വഴി കടന്ന് ഒമാൻ ഉൾക്കടലിലെ ഫ്യുജൈറയിൽ അവസാനിക്കുന്നതാണ് പുതിയ ബദൽ സംവിധാനം. ആഗോള എണ്ണയുടെ ഏകദേശം 20% ദിവസവും കടന്നുപോകുന്ന ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. കടലെടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാൻ പാർലമെന്റ് അത്തരമൊരു നീക്കത്തിന് അംഗീകാരം നൽകിയതായും സൂചനകളുണ്ട്. ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ വഴി UAEക്ക് പ്രതിദിനം 1.5 ദശലക്ഷം ബാരൽ വരെ അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ഒമാൻ ഉൾക്കടലിലെ ഫുജൈറയിലുള്ള ഔട്ട്ലെറ്റ് ഹോർമൂസ് കടലെടുക്കിന് പുറത്താണ്. ഇറാൻ ഹോർമൂസ് അടച്ചാൽ ഗൾഫ് എണ്ണ കയറ്റുമതിക്കുള്ള ബദൽ വഴിയായി ഇത് മാറ്റും. കടലെടുക്ക് തടസ്സപ്പെട്ടാലും സുരക്ഷിതമല്ലാത്തതായാലും കയറ്റുമതി തുടരാൻ UAE പൈപ്പ് ലൈൻ അവസരമൊരുക്കുകയും ആഗോള വിപണികളിലേക്കുള്ള എണ്ണയുടെ സ്ഥിരമായ പ്രവാഹം ഉറപ്പാക്കുന്നതിലൂടെ എണ്ണവിലയിലെ തീവ്ര ആഘാതങ്ങൾക്കെതിരെ ബഫർ ശേഖരമായി പ്രവർത്തിക്കുകയും ചെയ്യും. പൈപ്പ് ലൈൻ മുഖേന UAE തന്ത്രപരമായ സ്വയം കൈകാര്യശേഷി നേടുന്നു. ഗൾഫ് എണ്ണയെ ആശ്രയിക്കുന്ന സഖ്യകക്ഷി രാജ്യങ്ങൾക്ക് വിശേഷിച്ചും സമുദ്ര തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു നിർണായക വിതരണ മാർഗമായി മാറുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ എന്നും അറിയപ്പെടുന്ന ഹബ്ഷാൻ ഫുജൈറ ഓയിൽ പൈപ്പ് ലൈൻ ഊർജ്ജ സുരക്ഷയിലും ആഗോള എണ്ണ ലോജിസ്റ്റിക്സിലും രാജ്യത്തിന്റെ തന്ത്രപരമായ ദീർഘവീക്ഷണത്തിന് അടിവരയിടുന്ന നാഴികക്കല്ലായ അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. പൈപ്പ് ലൈനിന്റെ ആശയപരമായ രൂപകൽപ്പന 2006 പൂർത്തിയായി. 2008 മാർച്ചിൽ നിർമ്മാണം ആരംഭിച്ചു. ഇന്റർനാഷണൽ പെട്രോളിയം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമായ ചൈന പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 2012 ജൂണിൽ ഔദ്യോഗികമായി പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്തു. ആ വർഷം ജൂലൈ 15 പാക് അറബ് റിഫൈനറിയിലേക്ക് മർബൻ ക്രൂഡിന്റെ ആദ്യ കയറ്റുമതി നടത്തിയ സമയത്ത് തന്നെ ഉദ്ഘാടനം നടത്തപ്പെട്ടിരുന്നു. പദ്ധതിയിൽ ഹബ്ഷാൻ, സ്വൈഹാൻ, ഫുജൈറ എന്നിവിടങ്ങളിൽ 3 പ്രധാന പമ്പിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നുണ്ട്. നിർമ്മാണ ചെലവ് ഏകദേശം $3.3 ബില്യൺ ആയിരുന്നു. പൈപ്പ് ലൈൻ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഏതാണ്ട് പൂർണ്ണശേഷിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. മേഖലയിൽ വിശേഷമുള്ള നിലവിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ 1.5 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വരെ കൊണ്ടുപോകാനുള്ള സൗകര്യം എണ്ണ കയറ്റുമതി തന്ത്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആഗോള എണ്ണ കയറ്റുമതിയുടെ നിർണായക പോയിന്റ് ഹോർമൂസ് കടലിടുക്കിൽ നിലവിൽ US ഇറാൻ ഇസ്രയേൽ യുദ്ധസ്ഥിതിയിൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹബ്ഷാൻ ഫുജൈറ എണ്ണ പൈപ്പ് ലൈൻ തന്ത്രപരമായി അനിവാര്യ ഘടകമായി മാറിയെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തലുകളുണ്ട്. എണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. പൈപ്പ് ലൈനിന്റെ പങ്ക് പ്രാദേശികം മാത്രമല്ല ആഗോളീയവുമാണ്. ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടച്ചിട്ടാൽ പൂർണ്ണമായ ഊർജ്ജ പ്രതിസന്ധിയുടെ അപകട സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടയും എന്ന ആശങ്ക നിലനിൽക്കെ ക്രൂഡ് ഓയിൽ നീക്കത്തിന് പകരം സംവിധാനം സജ്ജമാണെന്ന് UAE അറിയിച്ചു. ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സ്വീഡന്റെ വിമാന കമ്പനി ഫിൻഎയർ ഈ മാസം 30 വരെ ദോഹയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. അതിനിടെ സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. അത് ബഹ്റൈൻ പിൻവലിച്ചു. പ്രധാന പാതകൾ അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം പിൻവലിച്ചതോടെ ഗതാഗതം സാധാരണ നിലയിലാണ്. UAEയിൽ എമിറേറ്റ്സ്, ഇത്തിഹാദ് തുടങ്ങിയ വിമാന കമ്പനികളുടെ ഇസ്രയേൽ ഇറാൻ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. മധ്യപൂർവ്വദേശീയ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളിലായി ഏകദേശം 40,000 സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനൊപ്പം സൈനിക നടപടി ആവശ്യമെങ്കിൽ അതിവേഗം ഇടപെടുന്നതിനാണ് ഇത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.